ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചോറൊക്കെ ബാക്കി വരാറുണ്ടല്ലോ, അപ്പോൾ ഇനി അതൊന്നും കളയേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ലൊരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് കൂടുതൽ മെനക്കേടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല മധുരമുള്ളൊരു പലഹാരമാണ് ഹൽവൻ്റെ ഒക്കെ ഒരു മോഡലും. ഹൽവയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കണം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി ശർക്കര മെൽറ്റായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചോറൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയൊരളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3 ഗ്ലാസ്സൊക്കെ എടുക്കാം. അതിനനുസരിച്ച് എല്ലാ അളവുകളും ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അതവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇനി മറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 30 സെക്കൻഡോളം ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇത് ഓൾറെഡി ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ നെയ്യിൽ കടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര മതി, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോറ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ നെയ്യിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, വല്ല അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. നമ്മളിപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചോറിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത്ര വെള്ളം മതി, പിന്നെ അതിലധികം വെള്ളം വേണ്ട. ഇത് കറക്റ്റ് പരുവാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അളവ് വേണമെങ്കിൽ ഇതിനനുസരിച്ച് ഇരട്ടിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ മറ്റുള്ള പാനിലാണ് നമ്മൾ ചെയ്തെടുക്കണമെന്ന് വെച്ചെങ്കിൽ അടി കട്ടുള്ള പാൻ എടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാം, അടി പിടിക്കണ പേടിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഏറ്റവും സൗകര്യം ഇങ്ങനത്തെ ഒരു പാൻ ഉണ്ടെങ്കിൽ ഇതെടുക്കുകയാണ്. അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റോളം ആയപ്പോഴത്തേനും നമ്മുടെ മിക്സ് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക മാത്രം പൊടിച്ചതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കാരണമാണ് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഇത്ര മതി, പാനിൽ നിന്നും കണ്ടോ ഉരുട്ടി എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം, ഈ രീതിയിലായി കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിതാ ഇതുപോലത്തെ ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യാണ് തടവി കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുക്കട്ടോ. ഏതാണ് നിങ്ങൾക്ക് സൗകര്യച്ചെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതൊരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മണിക്കൂറോളം തന്നെ നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. പുറത്ത് തന്നെ വെക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ 1 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ ചോറ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും.
ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.